ഓക്കെ, ബേസിക് ഇലക്ട്രിക് കോമ്പണൻസ് ആണ്. അതിനകത്ത് നമുക്കറിയാം ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കോമ്പണൻസ് എന്ന് പറയുന്നത് ഒന്ന് റെസിസ്റ്ററാണ്. ഇതൊക്കെ നമ്മൾ ഈവൻ +1 +2 ലെവലിൽ നോക്കുന്നതാണ്. എന്നാൽ ജസ്റ്റ് ഞാനൊരു റീക്യാപ്പ് പോലെ തരാം. Then we can have capacitors, then we can have inductors. Okay. റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്ക് ഒരു ഫ്രിക്ഷൻ വരുത്തുന്ന എന്തിനും നമുക്ക് റെസിസ്റ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. അതായത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് ലിമിറ്റേഷൻ വരുത്തുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷൻ വരുത്തുന്ന ഏതൊരു കാര്യത്തിനും നമ്മൾ റെസിസ്റ്റൻസ്, കറണ്ടിന് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, കറണ്ടിന് ഉള്ള റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കറണ്ട് ഒബ്വിയസ്ലി കുറയും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, സോ നമുക്കൊരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ if I is the current flowing through the resistor, V is the potential difference applied across the resistor, then we know that V is equal to I into R. It's Ohm's law. Okay, then even the two resistors are in series resistor la R1 R2 ഉണ്ടെങ്കിൽ R ഈക്വലൻ്റ് എന്ന് പറയുന്നത് R1 + R2 ആണ്. ദെൻ പാരലൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ R ഈക്വലൻ്റ് എന്ന് പറയുന്നത് 1/R ഈക്വലൻ്റ് എന്ന് പറയുന്നത് 1/R1 + 1/R2 + 1/R ആണ്. ഓക്കെ, സോ ദീസ് തിങ്സ് വി നോ. ദെൻ ഗോയിങ് ടു ദി കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്യാനുള്ള ആ കപ്പാസിറ്ററിൻ്റെ കഴിവിനെയാണ്, എബിലിറ്റീനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ്. എത്രമാത്രം എനർജീനെ സ്റ്റോർ ചെയ്യാൻ പറ്റും അത്രയും കപ്പാസിറ്റൻസ് കൂടുതലായിരിക്കും. ഓക്കെ, സോ സി കൺസിഡർ I is the current flowing, V is the voltage across the capacitor. Okay, then we know that voltage across the capacitor is proportional to the current through the we cannot say this V is equal to 1/C into integral I dt. അപ്പം rate of change of current flow ആണ്, that is I is equal to C dV by dt. You can say that. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എ സി ആണെങ്കിൽ കൂടുതൽ എ സി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഈ ഫ്രീക്വൻസി എ സിയുടെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ കറണ്ട് വിൽ ഓൾസോ ഇൻക്രീസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിയുടെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കറണ്ട് വിൽ ബി ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ദി റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസസ്. അപ്പം ഇപ്പോൾ റെസിസ്റ്റർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻഡക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു ഫ്രിക്ഷൻ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇനേർഷ്യ ഉണ്ട്. ഓക്കെ, ആൻഡ് ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, നമ്മൾ റെസിസ്റ്റൻസ് എന്നല്ല പറയുക, അതിന് റിയാക്റ്റൻസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഇമ്പിഡൻസ് എന്നാണ് പറയുക. ഓക്കെ, സോ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ് ബട്ട് റെസിസ്റ്റൻസ് തന്നെയാണ്. റെസിസ്റ്റൻസ് ഓഫേർഡ് ടു അൻ എ സിക്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റെസിസ്റ്ററിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റെസിസ്റ്ററിൽ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എ സി കറണ്ട് ആണെങ്കിലും ഡി സി കറണ്ട് ആണെങ്കിലും
ഓരോ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും അത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസിനൊന്നും ഒരു ചേഞ്ചിങ്ങും ഉണ്ടാവുന്നില്ല. ബട്ട് ഹിയർ the resistance will be also the reactance will be also depend upon the alternating frequency. ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറും. അപ്പോൾ എ സിക്കും ഡി സിക്കും അത് റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്നത് 2 റിയാക്റ്റൻസ് ആയിരിക്കും ഓഫർ ചെയ്യുക. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് നമ്മൾ ജനറൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈം എക്സ് സി എന്നൊക്കെയാണ്. എക്സ് സി ഈസ് നത്തിങ് ബട്ട് 1/ωc ആണ്. വേർ ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസിയാണ്. Angular frequency, that is 2πf. ഓക്കെ, അപ്പോൾ എ സി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സി കുറയും. അപ്പോൾ എ സി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഇതിൻ്റെ ഫ്രീക്വൻസി 1 kHz ആണെന്ന് വിചാരിക്കുക. then we can have a frequency of 10 kHz. F is equal to 10 kHz ആണെന്ന് വിചാരിക്കുക. So this Xc will be very smaller in this case and Xc will be very higher in this case. അപ്പം ഡി സിക്ക് ഹൈ റിയാക്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ഡി സിനെ സംബന്ധിച്ചിടത്തോളം ഹൈ റിയാക്റ്റൻസ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. കപ്പാസിറ്റർ കാരണം എന്താണ്, അതിന് ഫ്രീക്വൻസി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡി സിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 1/0 എന്ന് പറയുന്നത് ഏകദേശം ഇൻഫൈനൈറ്റ് ആയിട്ട് വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് ആയിട്ട് വരും. അതായത് ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് ഒരു ഡി സി കറണ്ടിനെ വെച്ച് നമ്മൾ നോക്കിക്കറിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ബിഹേവ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന് ഒരു വോൾട്ടേജ് കറണ്ട് റിലേഷൻ ഉണ്ട്. ഞാനിപ്പോൾ റെസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ വോൾട്ടേജ് ആൻഡ് കറണ്ട് റിലേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ലെറ്റ് ഞാനൊരു വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ദിസ് ഈസ് വോൾട്ടേജ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this is current and this is voltage. വോൾട്ടേജും കറണ്ടും എന്ന് പറയുന്നത് സെയിം ഫേസിലായിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെസിസ്റ്റൻസ് വാല്യൂ ഈ കറണ്ട് കുറഞ്ഞും കൂടിയിരിക്കും. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ച് കറണ്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് ദർ വിൽ ബി നോ ഷിഫ്റ്റ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താലോ അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ റിലേഷന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ വോൾട്ടേജ് ആ കറണ്ടിൻ്റെ അളവിൽ വേരിയേഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. ബട്ട് ദിസ് ഇൻ ഫേസിലായിരിക്കും. വോൾട്ടേജ് ആൻഡ് കറണ്ട് വിൽ ബി ഇൻ ഫേസ്. വി ആൻഡ് ഐ എന്ന് പറയുന്നത് ഇൻ ഫേസിലായിരിക്കും ഇൻ റെസിസ്റ്ററിൽ. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റേഴ്സിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ 90 degree phase shift between voltage and current. ഇൻ കപ്പാസിറ്ററിൽ നമ്മൾ കറണ്ട് ലീഡ് ചെയ്യും. വോൾട്ടേജിനേക്കാളും 90 degree കറണ്ട് ലീഡ് ചെയ്യും. അതിന് നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 90 degree ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അത് മാറിപ്പോകും. ഇൻഡക്ടറിലാണോ കപ്പാസിറ്ററിലാണോ കറണ്ട് ലീഡ് ചെയ്യുന്നതെന്ന് എപ്പോഴും മാറിപ്പോകും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ ഐസ് എന്നാണ് പറയുന്നത്. ഐസ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഐസ് എന്താണെന്ന്. സോ ഐസ് എന്ന് പറയുമ്പം ഇതാണ് കപ്പാസിറ്റർ. ഇത് I indicating current, E sometimes indicating the voltage. E and V indicate ചെയ്യുന്ന വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പം കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ലീഡ് ചെയ്യും. കറണ്ടാണ് ആദ്യം എഴുതിയേക്കുന്നത്. കറണ്ട് 90 degree ലീഡ് ചെയ്യും. സോ കറണ്ട് ലീഡ് 90 degree.
ദെൻ വോൾട്ടേജ്. അപ്പം നമ്മൾ ഇപ്പം ഇതിൻ്റെ റിലേഷൻ വരയ്ക്കുമ്പം കൺസിഡർ ദിസ് ഇസ് വോൾട്ടേജ് കർവാണ് ഈ വരച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. വോൾട്ടേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന AC. ദെൻ കറണ്ട് വരച്ച് കഴിയുമ്പോൾ 90 ഡിഗ്രി ലീഡ് ചെയ്യും. സോ 90 ഡിഗ്രി ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ദിസ് വിൽ ബി π/2. സോ ദിസ് ഈസ് പൈ. അപ്പോൾ സോ എക്സാക്ട്ലി സെൻറ്ററിൽ വോൾട്ടേജിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിൽ കറണ്ട് 0 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് കറണ്ട്. So current lead by π/2. π/2 is nothing but 90 degree. ഓക്കെ, അപ്പം ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദർ വിൽ ബി എ ഫേസ് ഷിഫ്റ്റ്. വോൾട്ടേജും കറണ്ടും തമ്മിലൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് അതാണ് ജനറലായിട്ട് പറയാനുള്ളത് കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം. ഇനി കപ്പാസിറ്റർ സീരീസ് ആണെങ്കിൽ, ഇഫ് ദ കപ്പാസിറ്റർ ഈസ് ഇൻ സീരീസ്, C1 C2, ഇത് ഏറ്റവും ബേസിക് കാര്യമായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. C=1/C ഈസ് നത്തിങ് ബട്ട് 1/C1 പ്ലസ് 1/C2 പ്ലസ് എക്സെട്ര. ഇറ്റ് വിൽ ഗോസ് ലൈക്ക് ദാറ്റ്. സീരീസിലാണ് നമുക്ക് 1/C= എന്ന് പറയുന്നത് 1/C1. ബട്ട് റെസിസ്റ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ റെസിസ്റ്റർ സീരീസ് ആണെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് R3. പാരലൽ ആണെങ്കിൽ C1 C2. ഓക്കെ, സോ C=, ഈസ് നത്തിങ് ബട്ട് C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര. ഓക്കെ, പാരലൽ സർക്യൂട്ടിൽ C=, എന്ന് പറയുന്നത് C1 പ്ലസ് C2 പ്ലസ് C3. ഇറ്റ്സ് ഗോസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഇൻ കപ്പാസിറ്റർ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ടേഴ്സ്, hence rise the current flowing is the. Okay, so the voltage across the inductor is nothing but L di/dt. That is the current. We can be said that VDT. Okay, so ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോമിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ബേസിക് ലെവൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ആൻഡ് ദ കപ്പാസിറ്റി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ദി കറണ്ടിനെ ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് ω/L ആണ്. വേർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1/ωc ആയിരുന്നു. ഹിയർ ഇറ്റ് ഈസ് ω/L. ദാറ്റ് മീൻസ് ഇഫ് ദ ഫ്രീക്വൻസി ഇൻക്രീസസ്, where ω is angular frequency, L is the inductance, when frequency increases XL will also increases. ഓക്കെ, അപ്പോൾ ഒരു DC ആണെങ്കിൽ അതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം എന്താണ്, ക്ലോസ്ഡ് സ്വിച്ച് DC ആകുമ്പോൾ ω വിൽ ബി 0 ആയിരിക്കും. ദെൻ XL ഈസ് ഓൾസോ 0. റിയാക്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫോർ DC. അപ്പോൾ കൂടുതൽ AC ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, ACയുടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XL വിൽ ബി ഇൻക്രീസസ്. അത് വളരെ വലിയൊരു ഫ്രീക്വൻസി ആണെങ്കിൽ XL ഷുഡ് ബി ഇൻഫൈനൈറ്റ് ആയിരിക്കും. അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ ഐസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കേസിൽ നമ്മൾ എലി എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, എല്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഡക്ടറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇൻഡക്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. E ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ വോൾട്ടേജ് ആൻഡ് I ഈസ് ദ കറണ്ട്. In inductor, voltage lead current by 90 degree. ഓക്കെ, ആദ്യം എഴുതുന്നത് ലീഡ് ബൈ 90 ഡിഗ്രിയാണ്. ദാൻ ദിസ് വൺ, ഇതിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്യും. അപ്പോൾ നമ്മളൊരു
ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it will be like that. So this is voltage ആണെങ്കിൽ voltage lead by current 90 degree, so this will be current. So this is pi by 2 pi, so this is current. Okay, അപ്പോൾ ഇൻഡക്ടറിൽ വോൾട്ടേജ് ആണ് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നത് കറണ്ടിനേക്കാളും. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഇനി ഒരു RLC സർക്യൂട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും ഉള്ള സർക്യൂട്ടാണ്. സോ RLC, this is RLC circuit. Consider this is Vm sin omega t, sinusoidal signal is applied. Then consider this is the current flowing through the circuit. So this is V into R. Consider this. I into R is the voltage across the resistor, and VL is nothing but I into XL. ഇത് സീരീസ് ആയ കാരണം ഇതിലൂടെ എല്ലാം പോകുന്ന കറണ്ട് സെയിം തന്നെയായിരിക്കും. ഓക്കെ, കാരണം സീരീസ് എല്ലാ സർക്യൂട്ടിലേക്കൂടെ ഒരു കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് പോകുന്നത്. VC ഈസ് I into XL. ഓക്കെ, നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ ദിസ് ഈസ് ദ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ആംഗിളിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ദർ വിൽ ബി നോ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ദ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. കൺസിഡർ ദിസ് ഈസ് 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി and this is minus 90 degree. Okay, so നമ്മൾ ഫേസ് ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും? ഇവിടെ കറണ്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, 90 ഡിഗ്രി ലീഡ് വോൾട്ടേജ്, ഇത് I വേഴ്സസ് വോൾട്ടേജ് ആണ്. കറണ്ട് എല്ലാ സർക്യൂട്ടിലേക്കും ഒരു കറണ്ട് ഒരു ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം ഫേസിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് വോൾട്ടേജ് ലീഡ് ബൈ 90 ഡിഗ്രി. സോ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VL എന്ന് പറയുന്ന ഇതായിരിക്കും. ആൻഡ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വോൾട്ടേജ് ലാഗ്. സോ ദിസ് വിൽ ബി ദ ഫേസർ ഡയഗ്രാം. നമ്മൾ RLC സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് കറണ്ടിൻ്റെ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും. ദർ വിൽ ബി നോ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവില്ല. ആൻഡ് ഹിയർ VL will be 90 degree, voltage will be lead by 90 degree. വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്ററിലാണെങ്കിൽ വോൾട്ടേജ് ലാഗ് ചെയ്യും. കാരണം എന്താണ്, ഐസ് എന്നാണ് പറയുന്നത്, കറണ്ട് ലീഡ് ചെയ്യും. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ടാകും. കപ്പാസിറ്റീവ് ഇപ്പോൾ ഈ RLC സർക്യൂട്ടിനെ സംബന്ധിച്ച് XL ഈസ് ഗ്രേറ്റർ ദാൻ XC ആണെന്ന് വിചാരിക്കുക. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡിപ്പെൻസിങ് അപ്പോൺ ദി ഇൻഡക്റ്റൻസ് ആൻഡ് ഒമേഗ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഈ സോഴ്സിൽ നിന്ന് കൊടുക്കുന്ന ഒമേഗ എത്രമാത്രമാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇഫ് XL ഈസ് ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ XL നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ RLC സർക്യൂട്ടിൻ്റെ എൻ്റർ ഫേസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും വരിക. ദർ വിൽ ബി ഇഫ് XL ഈസ് ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ ടോട്ടൽ റിയാക്റ്റൻസ് ഈ ടോട്ടൽ റിയാക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മാണ്, ആറിൻ്റെ സമ്മാണ്. അതുപോലെ തന്നെ √R², XL മൈനസ് XC, വേറെ XL ആണ് ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ XL മൈനസ് XC എന്ന് എഴുതിയത്. XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഓക്കെ,
If XL is greater than XC ആണെങ്കിൽ, if XL is greater than XC ആണെങ്കിൽ there will be theta 1. Theta 1 is ഇങ്ങോട്ടായിരിക്കും theta 1. If XL is less than XC ആണെങ്കിൽ, if XC is greater than XL ആണെങ്കിൽ theta 2 ഇങ്ങോട്ടേക്കായിരിക്കും അതിൻ്റെ ടോട്ടൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എക്സാക്ട്ലി ഇതാണ് +45 ഡിഗ്രി ആയിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിയാക്റ്റൻസ് ഈ ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇഫ് X is greater than XL, we can have theta 2 is the angle of total reactance offered by RLC cell. Okay, if XL is equal to XC ആണെങ്കിലോ, in some time XL is equal to XC, in this condition is known as resonance condition of RLC. Resonance condition of RLC യിൽ XL capacitive reactance is equal to reactive impedance, capacitive inductive reactance equal ആവും. So at that time the total reactance X, can say that X is equal to root of R square plus XL minus XC the whole square എന്നാണ്. where XL is equal to XC ആയി കഴിയുമ്പോൾ X is equal to root of R square R. അപ്പോൾ പ്യൂർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക് പോലെ തന്നെ ആക്ട് ചെയ്യും. സോ പ്യൂർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക് പോലെ തന്നെ ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there will be no phase difference between the voltage and current. No phase difference between voltage and current. പ്യൂർലി ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിട്ട് ആക്ട് ചെയ്യും. ആ സമയത്താണ് നമ്മൾ അതിനെ റെസൊണൻസ് കണ്ടീഷനിലാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസൊണൻസ് കണ്ടീഷനിൽ RLC സർക്യൂട്ട് പ്യൂർലി റെസിസ്റ്റീവ്, അതായത് അതിൻ്റെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ദർ വിൽ ബി നോ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിൽ നോ ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും. ആ കണ്ടീഷനിലാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഏറ്റവും RLC സർക്യൂട്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആണോ ഈ കാര്യങ്ങളൊക്കെ? ഓക്കെ, നമ്മളിത് സ്കൂൾ ലെവലിൽ പഠിക്കുന്ന കാര്യമാണ് ഞാൻ കൂടുതലായിട്ട് പറയാത്തത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അസൈൻമെൻറ്റ് പോലെ തരാം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. വളരെ സ്മോൾ കാര്യങ്ങളായ കാരണമാണ് ഞാൻ പറയാത്തത്, ഇത് ചെയ്യിപ്പിക്കാത്ത ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത്, ഒരു ബൾക്കി സർക്യൂട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾക്കി ആയിട്ടുള്ള റെസിസ്റ്റൻസ് സർക്യൂട്ടുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തരും. അപ്പം അങ്ങനത്തെ സർക്യൂട്ടുകൾ തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറയും. അതായത് ഇപ്പം ഒരു 4, 5 അല്ലെങ്കിൽ 8, 10 റെസിസ്റ്ററൊക്കെ ഉള്ള സർക്യൂട്ടുകൾ തന്നിട്ട് അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറയും. അതിനകത്ത് കുറേ റെസിസ്റ്റർ പാരലായിരിക്കും, കുറേ റെസിസ്റ്റർ സീരീസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബൾക്കി സർക്യൂട്ടിൽ ഏതാണ് പാരലൽ, ഏതാണ് സീരീസ് എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ വന്നേക്കാം. അപ്പം അങ്ങനത്തെയൊക്കെ വലിയ സർക്യൂട്ടുകളിൽ ഒരു സിമെട്രി ഉണ്ടാവും. ഓക്കെ, ദർ വിൽ ബി എ സിമെട്രി. നെറ്റ്വർക്കുകളിലൊക്കെ ഒരു സിമെട്രി ഉണ്ടാവും, സിമെട്രി ഇൻ നെറ്റ്വർക്ക്. അപ്പോൾ അതുപോലത്തെ സിമെട്രി ഉള്ള നെറ്റ്വർക്കുള്ള സർക്യൂട്ടുകളിൽ നമ്മൾ എങ്ങനെയാണ് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുറേ റെസിസ്റ്ററുള്ള ഒരു ബൾക്കി നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു സിമെട്രി നിങ്ങൾക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജനറലി 2 ടൈപ്പ് സിമെട്രിയാണുള്ളത്. വൺ ഈസ്
മിറർ സിമട്രി, ഒന്നെന്ന് പറയുന്നത് മിറർ സിമട്രിയാണ്, രണ്ടെന്ന് പറയുന്നത് ഫോൾഡിംഗ് സിമട്രിയാണ്. ദീസ് രണ്ട് സിമട്രികളാണ് സാധാരണ നമ്മൾ നെറ്റ്വർക്കുകളിൽ കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ മിറർ സിമട്രി ആണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം, ഫോൾഡിംഗ് സിമട്രി ആണെങ്കിൽ ഈ ബൾക്കായിട്ടുള്ള നെറ്റ്വർക്കുകൾ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഗോ ഫോർ മിറർ സിമട്രി. ചില കണ്ടീഷനിൽ ചില നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിറർ സിമട്രിയും കാണാം, ഫോൾഡിംഗ് സിമട്രിയും കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, മിറർ സിമട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ ഐ ഹാവ് എ നെറ്റ്വർക്ക്. This is R1, this is R1, and this is R2, and this is R2. Let this resistance is R, and consider this is the current entering to the network, and this is the current leaving. The current entering to the network equal to the current leaving. Okay, current enter ചെയ്യുന്നതിനെ current leave ചെയ്യും. നമുക്കറിയാവുന്ന റൂളാണ്, കറണ്ടിൻ്റെ റൂൾസ് അനുസരിച്ച് നമുക്കറിയാവുന്നതാണ്. ഓക്കെ ഓക്കെ ലെറ്റ് അസ് സേ ദിസ് ഈസ് ഇതിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നോക്കുക, നമ്മൾ ഇവിടെ നിന്നാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ R1 R2 എന്ന് പറയുന്നത് പാരലാണ്. അപ്പോൾ ഇത് പാരലാണ്, ആ പാരലിനോട് ഇത് പാരലാണ്. ദെൻ എഗെയിൻ ഇവിടെ രണ്ട് പാരലൽ നെറ്റ്വർക്ക് റെസിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലാത്ത രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഇത് ഏകദേശം ഒരു ബ്രിഡ്ജ് നെറ്റ്വർക്കിൻ്റെ ഫോമിലാണ്. നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയറൊക്കെ നമ്മൾ +2 ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചിട്ട് AC-നെ DC ആക്കുന്നത്. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലത്തെ ഒരു നെറ്റ്വർക്കാണ് ഈ നെറ്റ്വർക്ക്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഞാനിപ്പോൾ AB ഇൻ്റർഫേസ് ആയിട്ട് ഇവിടെ വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു മിറർ വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ലെറ്റ് ഐ അസൈൻ എ മിറർ ഇൻ ദിസ് ഇൻ്റർഫേസ്. ഇവിടെ ഒരു മിറർ വെച്ചു എന്ന് വിചാരിക്കും. ഞാൻ സപ്പോസ് ചെയ്യുകയാണ്, മിറർ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വരുന്നത്, ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വരുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എന്താണ്, മിറർ തന്നെയാണ്. കാരണം എന്താ, ഈ R1 തന്നെയാണ് ഇവിടെ R1 വരുന്നത്, ഈ R2 തന്നെയാണ് ഇവിടെ R2 വരുന്നത്. ഇവിടെ R1ഉം ഇവിടെ R2ഉം ഇവിടെ R1ഉം ഇവിടെ R2 ആയിരുന്നെങ്കിൽ നമുക്ക് മിറർ സിമട്രി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു ഇൻ്റർഫേസിൽ മിറർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും, കൺസിഡർ ദിസ് ഈസ് LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ദിസ് ഈസ് RHS ഷുഡ് ബി സെയിം ആയിരിക്കണം. കാരണം ഒരു മിറർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മിറർ ഇമേജ് തന്നെയായിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇൻ്റർഫേസിൽ മിറർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. കാരണം ഈ റെസിസ്റ്റൻസും സെയിം ആണ് അല്ലേ. അതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ലയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, കൺസിഡർ നമ്മൾ ഈ സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് എൻ്റർ ചെയ്യുകയാണ്. ഈ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. That this is I1 and this is I2, where I1 plus I2 is I അല്ലേ. അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം നമ്മൾ ഈ മിറർ നോക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് വരിക, ഈ മിറർ നോക്കി കഴിയുമ്പോൾ ഈ കറണ്ട് I1, ഈ കറണ്ട് I2. അപ്പോൾ ഇതിൻ്റെ മിറർ നോക്കി കഴിയുമ്പോഴോ ഈ കറണ്ട് I1, ഈ കറണ്ട് I2 അല്ലേ. മിറർ നോക്കി കഴിയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണ് നമുക്ക് നോക്കാൻ പറ്റുക, ഈ I1 ഫ്ലോ ചെയ്യുന്നതെല്ലാം ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, ഈ I2 ഫ്ലോ ചെയ്യുന്നതെല്ലാം ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഈ എയിൽ നിന്ന് ഇങ്ങോട്ടേക്കും കറണ്ട് ഫ്ലോ ഇല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കറണ്ട് ഫ്ലോ ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്, I1 ഫ്ലോ ചെയ്യുന്നതെല്ലാം ഈ I1ലേക്ക് ഫ്ലോ ചെയ്യുന്നത്, I2 ഫ്ലോ ചെയ്യുന്നതെല്ലാം ഈ I2ലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഇതൊരു ബാലൻസ്ഡ് സർക്യൂട്ടാണ്. അപ്പോൾ ബാലൻസ്ഡ് സർക്യൂട്ട് ആകുമ്പോൾ ഈ ഇതിലൂടെ, ഈ റെസിസ്റ്ററിലൂടെ, ഈ സ്മോൾ R ഇട്ടേക്കുന്ന റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ദർ ഈസ് നോ കറണ്ട് ഫ്ലോ ബിറ്റ്വീൻ A ആൻഡ് B. ഞാൻ ജസ്റ്റ് എഴുതിയോടെ പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവില്ല.
here there is no current flow between terminal A and B, and hence we can assume open circuit. കറണ്ട് ഫ്ലോ ഇല്ലെന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ഇമ്പിഡൻസ് ആണ്. ഓപ്പൺ സർക്യൂട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓപ്പൺ സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഈക്വലൻ്റ് നെറ്റ്വർക്ക് വളരെ ഈസിയാണ്. ഈക്വാലൻ്റ് നെറ്റ്വർക്ക് എങ്ങനെ ഇരിക്കും? R1 this will be the equivalent network. So R1 plus R1 is a series circuit ആണ്. So 2R1 and R2 plus R2 2R2. So the total R total is equal to 2R1 parallel 2R2. Okay, so what will be the total resistance? Parallel circuit ആയാലും 1 by RT is equal to 1 by 2R1 plus 1 by 2R2. That is, we can say like 4R1 R2 RT is 4R1 R2 divided by R1 plus R2 into 2. So this 2R1 R2 divided by R1 plus R2. സോ അതൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആകെയുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ സിമെട്രി കണ്ടുപിടിക്കുക. സിമെട്രി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ സിമെട്രി റൂൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ ഇത് R1 പ്ലസ് R1 ആവും 2R1, ഇത് R2 പ്ലസ് R2 2R2, 2R1 പാരലൽ 2R2 എന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. RT എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മിറർ സിമെട്രി ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മിറർ സിമെട്രി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, then we can have another type of symmetry that is known as folding symmetry. സിമിലർ നെറ്റ്വർക്ക് തന്നെ വരയ്ക്കാം. Consider this is R and this is R. Okay. സോ ഈ സർക്യൂട്ടിൽ നമുക്ക് മിറർ സിമെട്രി എ ആൻഡ് ബി ഇൻ്റർഫേസിൽ മിറർ സിമെട്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? മിറർ സിമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഈ ഫേസിൽ R1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ R1 ആയിരിക്കണം, ഇത് R1 ആണെങ്കിൽ ഇവിടെ R1 ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മിറർ സിമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് മിറർ സിമെട്രി ഇല്ല. ബട്ട് ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എ ഫോൾഡിങ് സിമെട്രി. എന്താണ് ഫോൾഡിങ് സിമെട്രി? നമ്മൾ ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി എടുക്കുകയാണെന്ന് വിചാരിക്കും. മടക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇത് മടക്കി ഇങ്ങോട്ടേക്ക് വെച്ചു, ഈ പോയിന്റിലേക്ക് വെച്ചു. കൺസിഡർ, ഞാൻ ഓരോ പോയിൻ്റായിട്ട് കൊടുക്കാം. എക്സ് ഡാഷ്, വൈ ഡാഷ്,
ഇസഡ് ഡാഷ്. ഓക്കെ, ഇങ്ങനെ ഓരോ പോയിന്റുകൾ കൊടുത്തു. നമുക്കറിയാം ഈ പോയിന്റ് മടക്കി ഈ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾ സെയിം ആണ് അല്ലേ? കാരണം ഇത് ഫോൾഡ് ചെയ്ത് കഴിയുമ്പം ഇത് ഇങ്ങോട്ടേക്ക് ഇതൊരു പേപ്പറാണെന്ന് വിചാരിക്കുക. ആ പേപ്പർ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ റെസിസ്റ്റൻസ് തന്നെയാണ് ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ R/2ഉം താഴെ R/2 ആണ് അല്ലേ? R/2 + R/2 ആണ് R എന്ന് പറയുന്നത്. എക്സാക്ട്ലി സെൻറ്ററിലാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ പോയിന്റ് തന്നെയാണ് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റിൽ കിട്ടുക, ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റിൽ കിട്ടുക, ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റിൽ കിട്ടുക. ഓക്കെ, സോ ആ പോയിന്റ് തന്നെയാണ് പോയിന്റിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ രണ്ടും പൊട്ടൻഷ്യൽ സെയിം ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫോൾഡിങ് സിമെട്രി, സോ we can say that in folding symmetry. അപ്പോൾ ഫോൾഡിങ് സിമെട്രി വേണമെങ്കിൽ എന്താണ് വേണ്ടത്, ഫോൾഡ് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസ് തന്നെയായിരിക്കണം, ഈ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ റെസിസ്റ്റൻസ്. ഇൻ ഫോൾഡിങ് സിമെട്രിയിൽ ദ പൊട്ടൻഷ്യൽ ഇൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ്. അത് നമുക്കറിയാം, കാരണം ഇവിടെ വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഇവിടെ ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ്, ഈ പൊട്ടൻഷ്യൽ ഈ വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ വരുന്ന വോൾട്ടേജ്. ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത കാരണം എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ആയിരിക്കും, വൈ ഈസ് ഈക്വൽ ടു വൈ ഡാഷ് ആയിരിക്കും. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ ഈസ് ഈക്വൽ ടു വൈ ഡാഷ്. വൈ ഈസ് ഈക്വൽ ടു വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റിൽ വരുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? ആൻഡ് Z ഈസ് ഈക്വൽ ടു Z ഡാഷ്. Z ഈസ് ഈക്വൽ ടു Z ഡാഷ് ആണ്, കാരണം വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോയിന്റ് ഈ പോയിന്റ് സെയിം ആണ്, ഈ പോയിന്റ് സെയിം. വൈ ഈസ് ഈക്വൽ ടു വൈ ഡാഷ് ആണെങ്കിലാണ് അതിനകത്ത് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നുമില്ല. ഈ പോയിന്റും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നുമില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിലോ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ആറിലൂടെ potential difference ഇല്ലെങ്കിൽ no current flowing through the resistance R. If Y is Y dash, potentials are same, no current flow between ആറിലൂടെ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. റെസിസ്റ്ററിലൂടെ കാരണം ഇത് രണ്ട് സെയിം പൊട്ടൻഷ്യലാണ്, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. സോ വി ക്യാൻ ബി ഈസിലി ഫൈൻഡ് ഔട്ട് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നോ കറണ്ട് ഫ്ലോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾസോ ഇൻ ഓപ്പൺ സർക്യൂട്ട്. സോ യു ക്യാൻ കൺസിഡർ ദിസ് ഇസ് ഓൾസോ ഇൻ ഓപ്പൺ സർക്യൂട്ട്. So this is R1, R2, R1, R2. So we can say that R1 plus R2 parallel to R1 plus R2 is the total resistance. Okay. Hope this is clear. This folding symmetry and mirror symmetry is clear to you. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളത്. ഏത് സിമെട്രിയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സം പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽറ്റീസ് ഫീൽ ചെയ്യും. നമുക്ക് നോക്കാം, ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഓക്കെ, ഫൈൻഡ് equivalent resistance between A and B. Okay. നിങ്ങൾ തന്നെ പറയണം ഇത് ഏത് സിമെട്രി ആണെന്ന്. നിങ്ങൾ തന്നെ പറയണം. ഏത് സിമെട്രി ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
like this is the point A, this is the point B, and this is the current entering to the network, and this is the current leaving to the network, and all the resistance are R. All the resistance are R. A and B യിലായിരുന്നു വേണ്ടത്. സോ ഇതിനകത്ത് ഫോൾഡിംഗ് സിമെട്രീനേക്കാളും നിങ്ങൾക്ക് എളുപ്പം മിറർ സിമെട്രി അപ്ലൈ ചെയ്യാനാണ്. ഇപ്പം ഞാനിവിടെ ഒരു മിറർ വെച്ചു, ഈ ഇൻ്റർഫേസിൽ ഒരു മിറർ വെച്ചു എന്ന് വിചാരിക്കാം. ലൈക്ക് ദിസ് ഈസ് എക്സ് ആൻഡ് വൈ പോയിൻറ്റ്. ഇവിടെ ഒരു മിറർ വെച്ചു എന്ന് കരുതുക. മിറർ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ റെസിസ്റ്റൻസ് തന്നെയാണ് ഈ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് തന്നെയാണ് ഈ റെസിസ്റ്റൻസ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണിത്, ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണിത്. സോ വി ക്യാൻ ഈസിലി അപ്ലൈ എ മിറർ അറ്റ് ദി സെൻറ്റർ. മിറർ വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെയിം ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ സോ ഈ കറണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് മിറർ സിമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കറണ്ടാണ് നോക്കുന്നത്. ഫോൾഡിംഗ് സിമെട്രി നോക്കുമ്പോൾ നമ്മൾ പൊട്ടൻഷ്യലാണ് നോക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ മിറർ സിമെട്രിയുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരു കറണ്ട്, ആ കറണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് I1 I2 ആയി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ I1 I2 ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഫോൾഡിംഗ് സിമെട്രി ആണെങ്കിലോ, ഫോൾഡിംഗ് സിമെട്രി ആണെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യലാണ് ഈക്വലായിട്ട് വെച്ചത് അല്ലേ. ഒരു പോയിൻ്റ് തന്നെയാണ് ആ സെയിം പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യലാണ് സെയിം ആയിട്ട് വെച്ചത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ I എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, I1 I2. ഓക്കെ, ലെറ്റ് ദിസ് I1 ഈസ് അഗെയിൻ സ്പ്ലിറ്റ് ഹിയർ അല്ലേ, I3 ആൻഡ് I4. ഇങ്ങനെയാണ് ഈ സൈഡിലിരിക്കുന്നത്. ഇപ്പം LHS എടുത്തു കഴിഞ്ഞാൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, I1 ആൻഡ് I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ കറണ്ട് I1 എന്ന് പറഞ്ഞ കറണ്ട് അഗെയിൻ ഇവിടെ I3 ആൻഡ് I4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മിറർ എടുത്തു കഴിയുമ്പോൾ സെയിം ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഈ I4 ആണ് ഇവിടെ. സോ I4 വിൽ ബി ഹിയർ ആൻഡ് I3 വിൽ ബി ഹിയർ ആൻഡ് I2 വിൽ ബി ഹിയർ. മിററായ കാരണം I1 വിൽ ബി ഹിയർ. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താ, ഈ I2 ഫ്ലോ ചെയ്യുന്നത് മൊത്തം ഇങ്ങോട്ടേക്കാണ്, ഇതിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് I4 ഫ്ലോ ചെയ്യുന്നതെല്ലാം ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത് അല്ല, ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് I3 ഫ്ലോ ചെയ്യുന്നതെല്ലാം ഇങ്ങോട്ടേക്കാണ്, ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ദി ഈക്വലൻ്റ് നെറ്റ്വർക്ക്, സോ വി ക്യാൻ ബി സേ ദാറ്റ് ദി ഈക്വലൻ്റ് നെറ്റ്വർക്ക് നമുക്ക് എങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും? ദി ഈക്വലൻ്റ് നെറ്റ്വർക്ക് ഐ ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. This is current entering and this is current leaving. So I can draw like this. This is I1 and this is I2 and this is I3 and I4. And this is I3. This is I3 and this is I4 and this is I2 and this is I1. കാരണം എന്താ, ഈ കറണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത്, ഈ കറണ്ട് തന്നെയാണ്. സോ ഈ പോയിൻ്റ് എനിക്കിവിടെ യോജിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്, ഈ I4 ഒരു വ്യത്യാസം വരുന്നില്ല. ഇവിടെ I4 എന്ന് പറയുന്ന I2 ഒരു പാർട്ടോടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ യോജിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഈ I4 തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കേണ്ട. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നൗ ദിസ് ഈസ് വെരി സിമ്പിൾ. ഈ സർക്യൂട്ട് വളരെ സിമ്പിളാണ്. ദിസ് ഈസ് R പ്ലസ് R 2R, ദിസ് ഈസ് R പ്ലസ് R 2R.
2R parallel 2R by 2, that is R. Okay. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ്, ഈ ബ്രാഞ്ചിൻ്റെ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് 2R ആണ്. ആൻഡ് ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വലൻസ് റെസിസ്റ്റൻസും 2R ആണ് അല്ലേ. R പ്ലസ് R 2R. സോ ഈ എൻറ്റയർ ബ്രാഞ്ചിൻ്റെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയും ബ്രാഞ്ചിൻ്റെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2R പാരലൽ 2R. 2R പാരലൽ 2R എന്താണ്? 2R by 2, that is R. ഇത്രയും ഇതിൻ്റെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2R പാരലൽ 2R R ആണ്. കാരണം എന്താണ്? ഇപ്പോൾ R പാരലൽ R എന്താണ്? R by 2 ആണ്. ഓക്കെ. സോ ഹിയർ R പ്ലസ് R 3R പാരലൽ 2R എന്ന് കിട്ടും. സോ വൺസ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R ടോട്ടൽ ഈസ് നത്തിങ് ബട്ട് 3R പാരലൽ 2R എന്ന് കിട്ടും. That is 3R parallel 2R, that is 6 by 5R. കാരണം എന്താണ്? ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടോടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ ഇത് രണ്ടോടെ കൂട്ടുക. സോ 3 into 2, so 3R into 2R plus 3R plus 2R, that is 6R square by 5R. That is R total is nothing but 6 by 5R. ഓക്കെ. വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സിമെട്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട്, അല്ലാത്ത അവസ്ഥയിൽ ഇത് കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. ഓക്കെ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിയത് ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. So let me give another question, Q2. This is A and this is B. This is the current flowing and all the resistance are R. Okay. Which symmetry you can easily apply? You can easily apply mirror symmetry. We can easily apply. I just place a mirror here. Mirror വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? If I am applying a mirror here, consider this current I is splitting into 3, I1, I2 and I3, because if I put mirror here, this resistance should be this will be this will be this, and this is നമ്മൾ ഇവിടെയാണ് ഇൻ്റർഫേസ് വയ്ക്കുന്നത്. സോ ദിസ് I1 നമ്മൾ മിറർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ I1 ഇട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്, I2ലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്, I3ലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ I1 current is flowing through this, I2 current is flowing through this, I3 current is flowing through this. So now current is flowing through this to this and this to this. ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, ഇങ്ങോട്ടേക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. കാരണം എന്താ? I2 ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, I1 ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, I3 ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ദി ഈക്വൽ സർക്യൂട്ട് ഈസ് വെരി സിമ്പിൾ നൗ.
without any time you can solve this problem. Within 10 seconds you can do this problem, because once you find out the symmetry, identify the symmetry, you can easily go through this one. So no current is flowing through this and no current is flowing through this, because here I1, I2, I3 is flowing through this I2, I3 and I1. So we can say that this R and R are series, so 2R, this R and R is series 2R, this is series 2R. So the total resistance 1RT is nothing but 1 by 2R plus 1 by 2R plus 1 by 2R. What is that value? That is R total is nothing but 2R by 3. So easily you can find out this answer. Okay, clear ആയ? Okay, idea clear ആയ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഞാൻ ഒരു പ്രോബ്ലം തരാം. ആ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഫോൾഡിങ് സിമെട്രി, മിറർ സിമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. രണ്ടിൻ്റെ ആൻസർ കമ്പയർ ചെയ്യും. ഓക്കെ, okay. If you apply folding symmetry, please check you can apply folding symmetry or not. If you apply folding symmetry, ഫോൾഡിംഗ് സിമെട്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സെയിം അല്ലേ? ഫോൾഡിംഗ് സിമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് തന്നെയാണ്, റെസിസ്റ്റൻസ് ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. സോ വി ക്യാൻ ബി ഫോൾഡ് ലൈക്ക് ദിസ്. സോ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ലൈക്ക് ആൻസർ ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് എക്സ് ഡാഷ്, ആൻഡ് ദിസ് പോയിന്റ് ഈസ് വൈ, ആൻഡ് ദിസ് പോയിന്റ് ഈസ് വൈ ഡാഷ്, and this point is z, and this point is z dash, and let this point is o. ആ പോയിന്റ് o ആണ്. സോ എക്സ് തന്നെയാണ് എക്സ് ഡാഷ്. സോ ഈ പോയിന്റ് ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഈ പോയിന്റ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും, ഈ പോയിന്റ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഈക്വലന്റ് സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ഈ അപ്ലൈ ഫോൾഡിംഗ് സിമെട്രി, you will get ഈ പോയിന്റ് തന്നെ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the equivalent circuit will be look like x തന്നെ x dash ആക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you can have a parallel R, ഒരു പാരലൽ ആറോടെ കിട്ടും. കാരണം എന്താണ്? ഞാൻ ഈ റെസിസ്റ്റൻസ് എടുത്ത് ഇവിടെ ഈ
പോയിൻ്റ് എടുത്ത് ഈ പോയിൻ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഡാഷ് സെയിം ആണ്. ഈ പോയിൻ്റ് എടുത്ത് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ് ഇവിടെ വരും, ആറ് പാരലൽ ആറ് വരും. അതുപോലെ ഈ പോയിൻ്റ് ഇവിടെ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിൻ്റ് എടുത്ത് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? This is A, this is B. Okay, X and Y ക്ക് ഇടയ്ക്ക് this is R. അപ്പം അത് തന്നെയാണ് ഈ Y ഡാഷ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആൻഡ് വൈ ഡാഷ് സെയിം പോയിൻ്റ് തന്നെയാണ്. സോ വി ക്യാൻ സേ ലൈക്ക് ദർ ഈസ് അനദർ പാരലൽ ആർ വിൽ ബി കണക്റ്റഡ്. ഓക്കെ, and y and z, there will be a resistance here, y dash z dash തമ്മിൽ ഒരു r റെസിസ്റ്റൻസ് തന്നെയുണ്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. കാരണം z പോയിന്റിനെയൊക്കെ z ഡാഷ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ z and b, this is a B R, and there is another resistance here. Why there is another resistance? ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത ഈ റെസിസ്റ്റൻസോടെ ഇങ്ങോട്ടേക്ക് വരും. ഇനി എക്സ് ഡാഷ് ആൻഡ് O and X and O dash is same, so we can be say that instead of this point is O. രണ്ട് റെസിസ്റ്റൻസ് വരും. കാരണം എന്താണ്? കാരണം എക്സ് ആൻഡ് ഒയും എക്സ് ഡാഷ് ആൻഡ് ഒയും ഉണ്ട്. സോ ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് O and Z, O and Z ഡാഷ് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. So if we apply faulty symmetry, the circuit will be look like this. ഇവിടുത്തെ സർക്യൂട്ട് എല്ലാം ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പോയിന്റ് വിൽ ബി എക്സ് ഡാഷ്. സോ എ ടു എക്സിൽ രണ്ട് റെസിസ്റ്റൻസ് വരും. ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ടു ഒയിൽ എക്സ് ഡാഷ് ആൻഡ് ഒ രണ്ട് റെസിസ്റ്റൻസ് വരും. അതുപോലെ തന്നെ എക്സ് ആൻഡ് വൈയിൽ രണ്ട് റെസിസ്റ്റൻസ് വരും. ആറും പാരലായിട്ട് വരും. സോ ദിസ് ഈക്വലന്റ് സർക്യൂട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇത് വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഫോൾഡിംഗ് സിമെട്രിയിൽ ഇങ്ങനെ വരച്ചത് എങ്ങനെയാണ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഇപ്പം നിങ്ങൾക്ക് ഫോൾഡിംഗ് സിമെട്രിയിൽ വരച്ച് കഴിഞ്ഞപ്പം ഇനി ഞാൻ എങ്ങനെ വരയ്ക്കാൻ പറ്റും? R by R, പാരലൽ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ ദിസ് ഇസ് എ പോയിന്റ്, യു ക്യാൻ സേ ദാറ്റ് R by 2. R പാരലൽ R എന്ന് പറഞ്ഞാൽ R by 2 ആണ്. സോ ദിസ് ഇസ് R by 2. കൺസിഡർ ദിസ് ഇസ് X and this is Y and there is Z, that is R by 2, and so consider this is O, so this is R by 2, consider this is R by 2 and R by 2. So the equivalent network will be like this. Okay, so we know that R by 2 plus R by 2 R. So this is R by 2 plus R by 2 R, R by 2 R by 2. ഇവിടെ വ്യത്യാസമൊന്നുമില്ല, R by 2 തന്നെയാണ്. So this is R by 2, again R by 2, R by 2 plus R by 2 plus R by 2. So the total resistance will be 3R by 2. Okay, hope this is clear. എങ്ങനെയാണ് ഇത് 3R by 2 ആണ്. ഇനി ഈ സർക്യൂട്ടിൽ തന്നെ നിങ്ങൾ മിറർ സിമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇഫ് യു അപ്ലൈ മിറർ സിമെട്രി, can apply mirror here. Okay, then find the answer, find the solution. So
apply mirror symmetry and find the solution. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നോക്കുക. മിറർ സിമെട്രി ഈ സർക്യൂട്ടിലുണ്ട്. കാരണം എന്താ, നിങ്ങളൊരു മിറർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 6, ഇവിടെ 6ആണ്, 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 ഇവിടെ 6ഉം ഇവിടെ 6ഉമാണ്. സോ യു ക്യാൻ അപ്ലൈ മിറർ സിമെട്രി ഓൾസോ. ഇവിടെ മിറർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇത്. സോ മിറർ സിമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, കറണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ആ കറണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ആൻസറിലേക്ക് എത്തുക. ഈ ആൻസർ തന്നെ കിട്ടേണ്ടതെന്ന് ഇവിടെ എത്രയാണ് കിട്ടി, 3R/2 കിട്ടേണ്ടതെന്ന് തന്നെ നോക്കുക. അപ്പം സെയിം സർക്യൂട്ടിൽ നമുക്ക് മിറർ സിമെട്രി വേണ്ടി മിറർ സിമെട്രി അപ്ലൈ ചെയ്യാം, ഫോൾഡ് സിമെട്രി വേണ്ടി ഫോൾഡ് സിമെട്രി അപ്ലൈ ചെയ്യാം. ആൻസർ വിൽ ബി സെയിം ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക ആൻസർ എത്തുന്നുണ്ടോ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ കുറച്ച് പ്രോബ്ലംസ് കൂടി ഞാൻ തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ടൊന്നുമില്ലല്ലോ, ക്ലിയർ ആണല്ലോ ഇന്നത്തെ ക്ലാസ്?